മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി NSS യൂണിറ്റുകളും ശുചിത്വ മിഷനും സംയുക്തമായൊരുക്കുന്ന സ്നേഹാരാമം പദ്ധതി ഹൈറേഞ്ചിലും ശ്രദ്ധേയമാവുകയാണ്. മാലിന്യക്കൂനയായിരുന്ന പ്രദേശങ്ങൾ പൂന്തോട്ടമാക്കി മാറ്റിയ സ്നേഹാരാമം പദ്ധതി ഹൈറേഞ്ചിന്റെ മുഖച്ഛായ തന്നെ മാറ്റി. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനെതിരെയും മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷങ്ങളെപ്പറ്റിയും സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ബഹുജന സഹകരണത്തോടെയാണ് സ്നേഹാരാമം പദ്ധതി പൂർത്തീകരിക്കുക. ക്രിസ്മസ് അവധിയിലെ സപ്തദിന ക്യാമ്പുകളുടെ പ്രധാന ലക്ഷ്യവും സ്നേഹാരാമം പദ്ധതി നടപ്പാക്കലായിരുന്നു. ഞങ്ങളിവിടെ താമരക്കുളം നിർമ്മിച്ചു. അതോടൊപ്പം ചെടികള്, പിന്നെ ഇരിക്കാനൊരു സീറ്റ്, പിന്നെ ഞങ്ങള് ടയറിൽ ഓരോരോ കാര്യങ്ങള്, ഓരോരോ തോട്ട്സുകൾ എഴുതി വെച്ച്. ഓരോ NSS യൂണിറ്റും മാലിന്യം നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശവും വൃത്തിഹീനമായി കിടക്കുന്ന പൊതുസ്ഥലവും ഏറ്റെടുത്ത് പൊതുജന പങ്കാളിത്തത്തോടെ ശുചീകരിച്ച് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കി മാറ്റി. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി കൂടിയാലോചിച്ചാണ് വൃത്തിയാക്കേണ്ട സ്ഥലങ്ങൾ തെരഞ്ഞെടുത്തത്. എല്ലാവരുടെയും ഒരു കൂട്ട് ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ഒരു സഹകരണ മനോഭാവത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ കാണുന്ന പൂന്തോട്ടം. പച്ചത്തുരുത്ത്, ചുമർ ചിത്രം, വെർട്ടിക്കൽ ഗാർഡൻ, പാർക്ക്, വിശ്രമ കേന്ദ്രം എന്നിങ്ങനെ ഓരോ സ്ഥലത്തിനും യോജിക്കുന്ന തരത്തിലാണ് സ്നേഹാരാമം ഒരുക്കിയിരിക്കുന്നത്. ഓരോ സ്ഥലത്തും ഇരിപ്പിടങ്ങളും ചുവർചിത്രങ്ങളും ബോർഡുകളും സ്ഥാപിച്ച് മനോഹരമാക്കുകയും ചെയ്തു. സ്നേഹാരാമങ്ങളുടെ സംരക്ഷണം തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. അവർ സംരക്ഷകരായാൽ മാത്രമേ സ്നേഹാരാമങ്ങൾ ഭംഗിയോടെ എന്നും നിലനിൽക്കുകയുള്ളൂ. മാതൃഭൂമി ന്യൂസ്, കുമളി. വളരെ മനോഹരമായൊരു വാർത്തയല്ലേ? നന്ദുഷ ചേരുന്നുണ്ട് നമുക്കിപ്പം. നന്ദു, അങ്ങനെ ഒരു മാലിന്യ കൂമ്പാരം അത് അതിമനോഹരമായ ഉദ്യാനമായി മാറിയിരിക്കുന്നു. അപ്പോൾ ഈ കുട്ടികളുടെ മാതൃക നാട്ടുകാരും ഏറ്റെടുത്ത് കഴിഞ്ഞോ? എന്തൊക്കെയാണ് സ്നേഹാരാമത്തിന്റെ വിശേഷങ്ങൾ? സംസ്ഥാന ശുചിത്വ മിഷനും NSS നാഷണൽ സർവീസ് സ്കീം സ്കൂളുകളിലെ യൂണിറ്റുകളും ചേർന്നിട്ടാണ് ഹൈറേഞ്ചുകളിൽ മലിനമായിരുന്ന പല സ്ഥലങ്ങളും ശുചീകരിച്ച് വരുന്നത്. പ്രധാനമായും നമുക്കറിയാം, ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ച് എന്ന് പറയുമ്പോൾ എല്ലാ മേഖലകളും ടൂറിസ്റ്റ് പ്ലേസുകളാണ്. അപ്പോൾ ഈ മേഖലകളിലും പലയിടങ്ങളിലും ഈ വിനോദസഞ്ചാരികൾ വരുമ്പോൾ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു പതിവ് കാഴ്ചയാണ്. അത്തരത്തിൽ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ പോലും ഇത്തരത്തിൽ മാലിന്യ കൂമ്പാരങ്ങളായി മാറുന്ന നിരവധി കാഴ്ചകൾ നാം നിരവധി വാർത്തകളിലൂടെ കാണാറുണ്ട്. അതിനൊരു അറുതി വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കഴിഞ്ഞ ക്രിസ്മസ് അവധിക്കാലത്തെ NSS ക്യാമ്പുകളിൽ വിദ്യാർത്ഥികൾ കൃത്യമായ ഒരു അവബോധം നടത്തി, കൃത്യമായ ഒരു ബോധവൽക്കരണം നടത്തി. അതിനുശേഷം ഈ മാലിന്യ കൂമ്പാരമായിരുന്ന സ്ഥലങ്ങളെല്ലാം ഒന്ന് കുറച്ചുകൂടെ ഭംഗിയുള്ള രീതിയിലേക്ക് മാറ്റാനായി ഒരു ശ്രമം ആരംഭിക്കുന്നത്. ശുചിത്വ മിഷന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പരിശ്രമം. അതിൻ്റെ ഭാഗമായി ഈ മാലിന്യ കൂമ്പാരമായിരുന്ന സ്ഥലങ്ങളിലെ മാലിന്യം മുഴുവൻ NSS വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്യുകയും അതിനുശേഷം ഈ ഇവിടങ്ങളിൽ ചുവർചിത്രങ്ങളും അതോടൊപ്പം ആളുകൾക്ക് വിശ്രമിക്കാൻ ഉതകുന്ന തരത്തിലുള്ള സ്ഥലങ്ങളും അതോടൊപ്പം ഈ പൂന്തോട്ടങ്ങളും പൂച്ചെടികൾ വെച്ച് പിടിപ്പിക്കുക, അങ്ങനെ ഇതിനെ ഭംഗി ഉള്ള ഒരു സ്ഥലമാക്കി ഇത് മാറ്റുന്നതിൻ്റെ നിരവധി പ്രവർത്തനങ്ങൾ NSS വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. ഹൈറേഞ്ചിലെ മിക്കവാറും ഉള്ള എല്ലാ മാലിന്യ കൂമ്പാരങ്ങളും ഇത്തരത്തിൽ പൂന്തോട്ടങ്ങളായും വിശ്രമ കേന്ദ്രങ്ങളായും ഒക്കെ തന്നെ മാറിക്കഴിഞ്ഞു. വളരെയധികം നല്ലൊരു പ്രവർത്തനമാണ് NSS യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിൽ ഉടനീളം സംഘടിപ്പിച്ചത്. സ്നേഹരാമം എന്നാണ് ഈ പദ്ധതിയുടെ പേര്. വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതിയായി ഇത് ഇടുക്കി ജില്ലയിൽ മാതൃകാപരമായ പദ്ധതി തന്നെയാണ് നന്ദു. കാരണം ഒരുപാട് പേർ ഇതിൽ ഇൻസ്പയർ ആവട്ടെ, ഇനിയും ഇത്തരത്തിലുള്ള മാലിന്യ കൂമ്പാരങ്ങളൊക്കെ മാറി അവിടെ പൂന്തോട്ടങ്ങൾ ഉണ്ടാകട്ടെ.